നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലത്തെ രീതിയും ഇംഗ്ലീഷിലെ രീതിയും വളരെയധികം വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിലെ രീതി എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഐ ഹാവ് ടേക്കൺ എ പെൻ, ഞാനൊരു പേന എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് ടേക്കൺ, ഐ എന്നുള്ള സബ്ജക്റ്റിന് ശേഷം ഹാവ് ടേക്കൺ എന്നുള്ള വെർബ് എന്താണ് എടുത്തിട്ടുള്ളത്? എ പെൻ, ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ഇതാണ് ഇംഗ്ലീഷിലെ രീതി. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു, ഞാൻ കുടിച്ചു എന്നുള്ള വെർബ് നമ്മൾ അവസാനമാണ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഐ ഹാവ് ടേക്കൺ എ പെൻ, ഹാവ് ടേക്കൺ എന്നുള്ള രണ്ടാമത് പറഞ്ഞു, പെന്ന് അവസാനമാണ് പറഞ്ഞു. ഇവിടെ നമ്മൾ ചായ രണ്ടാമത് പറഞ്ഞിട്ട് വെർബിനെ കൊണ്ടുപോയി അവസാനം വെച്ചു, ഞാൻ ചായ കുടിച്ചു എന്നുള്ള മലയാളം സെന്റൻസിൽ. അപ്പം മലയാളം ഇംഗ്ലീഷുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഇനി പ്രസന്റ് പെർഫെക്റ്റിൽ നമുക്കൊരു സെന്റൻസ് നോക്കാം. അവിടെ ഇത് തന്നെയാണ്. അവിടെ ഹാസോ ഹാവോ സബ്ജക്റ്റിനനുസരിച്ച് ഹാസോ ഹാവോ ചേർക്കണം, അതിനുശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം എന്നാണ് അവിടുത്തെ നിയമം. അപ്പം ഞാൻ എൻ്റെ കാറ് കഴുകിയിട്ടുണ്ട് എന്ന് പറയാണ്. ഐ ഹാവ് വാഷ്ഡ് മൈ കാർ, ഞാൻ എൻ്റെ കാറ് കഴുകിയിരിക്കുന്നു എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ ഐ ഉപയോഗിച്ചു, കർത്താവ് വന്നു, ഹാവ് വാഷ്ഡ് വെർബായി, മൈ കാർ ഒബ്ജക്റ്റായി. അപ്പോൾ ഞാൻ എൻ്റെ കാറ് കഴുകിയിട്ടുണ്ട്. ഐ ഹാവ് വാഷ്ഡ് മൈ കാർ, ഐ ഹാവ് വാഷ്ഡ് മൈ കാർ, ഞാൻ എൻ്റെ കാറ് കഴുകിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം വന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഐ ഹാവ് വാഷ്ഡിന് പകരം ഐ ഹാവ് മൈ കാർ വാഷ്ഡ്, വാഷ്ഡ് എന്നുള്ളത് അവസാനം കാണാൻ കഴിയും ചില സെന്റൻസുകളിൽ. എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത? ഐ ഹാവ് മൈ കാർ വാഷ്ഡ്, ഐ ഹാവ് മൈ കാർ വാഷ്ഡ് എന്നുള്ള വെർബിനെ നമ്മൾ ഹാവിൻ്റെ കൂടെ ചേർക്കാതെ അവസാനം കൊണ്ടുവച്ചു. ഐ ഹാവ് മൈ കാർ വാഷ്ഡ് എന്നുള്ള സെന്റൻസ് ആയി. അപ്പോൾ ഐ ഹാവ് വാഷ്ഡ് മൈ കാറും ഐ ഹാവ് മൈ കാർ വാഷ്ഡും ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? ആദ്യത്തെ സെന്റൻസ് പറഞ്ഞു ഐ ഹാവ് വാഷ്ഡ് മൈ കാർ, ഞാൻ എൻ്റെ കാറ് കഴുകിയിരിക്കുന്നു എന്നുള്ള അർത്ഥമായി. ഐ ഹാവ് വാഷ്ഡ് മൈ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് കഴുകിയിരിക്കുന്നു എന്നുള്ള അർത്ഥം വന്നു. ഇനി ഐ ഹാവ് മൈ കാർ വാഷ്ഡ്, ഐ ഹാവ് മൈ കാർ എന്നാണ് പിന്നീട് പറയുന്നത്. വാഷ്ഡ് എന്നുള്ളത് നമ്മൾ അവസാനമാണ് പറയുന്നത്. ഇങ്ങനെയും സെന്റൻസ് ഉണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഐ ഹാവ് മൈ കാർ വാഷ്ഡ്, ഞാൻ എൻ്റെ കാറ്, ഇവിടെ അർത്ഥം വരുന്നത് കഴുകിച്ചു എന്നാണ്. ഐ ഹാവ് മൈ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് കഴുകിച്ചു. അപ്പോൾ ഈ കാറ് കഴുകിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതിൽ എന്താണ്? ഐ ഹാവ് വാഷ്ഡ് മൈ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് കഴുകിയിട്ടുണ്ട്, അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഐ ഹാവ് വാഷ്ഡ് മൈ കാർ, ഞാനാണ് ആ കാറ് കഴുകിയത്. ഇവിടെ അതല്ല, ഐ ഹാവ് മൈ കാർ വാഷ്ഡ്. അപ്പം ഞാൻ എൻ്റെ കാറ് കഴുകിച്ചു എന്ന് പറയുമ്പോൾ അത് ഞാനല്ല ചെയ്തത്, ഞാനത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചു, അതാണ് അതിൻ്റെ അർത്ഥം. ഐ ഹാവ് മൈ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് കഴുകിച്ചു എന്നാണ്. ഞാൻ കഴുകി എന്നല്ല പറയുന്നത്, കഴുകിച്ചു. അപ്പോൾ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്, ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്, ഇതും അത് തന്നെയാണ് അർത്ഥം. ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് കഴുകിച്ചു. അപ്പോൾ ഞാനല്ല അത് ചെയ്തത്, വേറെ ഒരാളെ കൊണ്ട് പൈസ കൊടുത്തോ മറ്റോ ചെയ്യിച്ചു, വേറെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഹാവ് മൈ കാർ വാഷ്ഡ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. താങ്ക് യു.